ദർശന സ്പർശന പ്രശ്നൈഹി പരീക്ഷേച്ച രോഗീണം എന്ന് പറയുന്നത്. ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ സിമ്പിൾ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ചില കൺഫർമേറ്ററി മാർക്കേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ടിപ്പിക്കലി നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഉണ്ട്, ESR, CRP. പിന്നെ കുറച്ചും കൂടി നമ്മൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്റി-CCP എടുത്തിട്ട് നമുക്ക് കൺഫർമേറ്ററി ആണ്. അപ്പം അതും കൂടി നിർണ്ണയിച്ചിട്ട് നമുക്ക് ആ ഒരു സിംറ്റംസ് ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ബ്ലഡ് ടെസ്റ്റ് വഴി അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമുക്ക് ആ സിംറ്റംസ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആർത്രൈറ്റിസ് ആയിട്ട് കണക്കാക്കാം. ഒരു പേഷ്യന്റ് വരുന്നു, എന്താണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാനുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നു, ബ്ലഡ് ടെസ്റ്റ് പറയുന്നു, അല്ലെങ്കിൽ ഒരു എക്സ്റേ പറയുന്നു. അതേപോലെ തന്നെയല്ലേ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് എങ്ങനെയാണെന്നുള്ളത് ജനങ്ങൾക്ക് അറിയില്ല ശരിക്കും. ഇതിന്റെ ഒരു ഇയർലി ഡിറ്റക്ഷൻ നമുക്ക് പോസിബിൾ ആക്കും. ഇപ്പം ഒരു ബാക്ക് പെയിൻ ആയിട്ട് ഒരു പേഷ്യന്റ് വരും, അവരുടെ ഹിസ്റ്ററി കേട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കൂട്ട് അവരുടെ സിംറ്റംസ് മോണിറ്റർ ചെയ്ത് നമുക്കൊരു സജഷനിൽ എത്താൻ പറ്റുന്നതാണ്. കുറച്ചും കൂടി കൺഫർമേറ്ററി ആയിട്ട് നമുക്ക് എക്സ്റേക്ക് വിടാം, അല്ലെങ്കിൽ MRIക്ക് വിടാം. മൾട്ടിപ്പിൾ സിൻഡ്രോംസ് ആയിട്ട് വരുന്നു. പക്ഷെ ആ വ്യക്തിക്ക് വളരെ കൂടുതലായി ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതിനെ ചികിത്സിക്കണം. ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പുള്ളിയെ റിലീവ് ചെയ്ത് വിടണം എന്ന് തന്നെയാണ് ആയുർവേദം പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഡയഗ്നോസ്റ്റിക് റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ആ സ്പെസിഫിക് പോയിന്റിൽ തന്നെ നിങ്ങൾക്ക് അതെ നമുക്ക് പിൻ പോയിന്റഡ് ആക്ഷൻസ് എടുക്കാൻ പലപ്പോഴും നമ്മുടെ ടൂളുകൾ മോഡേൺ ടൂൾസിനെ നമുക്ക് അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. ഇപ്പൊ ആയുർവേദം ആയിക്കോട്ടെ, ഏതൊരു മെഡിസിൻ എടുത്തു കഴിഞ്ഞാലും അതിനൊരു പാസ്റ്റ് ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഉണ്ട്. അത് പ്രസന്റ്ലി ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും പാസ്റ്റ് എങ്ങനെയായിരുന്നു ആയുർവേദത്തിന്റെ?